സോ ഇതിൽ കാണിക്കുന്നത് പ്ലാന്റ്സിൻ്റെ ഇവല്യൂഷണറി സ്കെച്ചാണ്. സോ വേരിയസ് ജിയോളജിക്കൽ പീരീഡിൽ പ്ലാന്റ്സിൻ്റെ ഇവല്യൂഷനാണ് കാണിക്കുന്നത്. നമ്മൾ പറഞ്ഞിരുന്നു പല ഇറകളുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പല പീരീഡുകളുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ എപ്പോക്ക് ഇറ പീരീഡ്. സോ ഈ ഇറകളാണ് പാലിയോസോയിക് ഇറ, മീസോസോയിക് ഇറ, സീനോസോയിക് ഇറ. ഇതാണ് ഇതിൽ കാണിച്ചിരിക്കുന്ന പ്ലാന്റ്സിൻ്റെ ഇവല്യൂഷനിൽ പാലിയോസോയിക്, മീസോസോയിക്, സീനോസോയിക് ഇറ. ആ ഇറയിൽ തന്നെ ഡിഫറെൻറ്റ് പീരീഡുകൾ കാണാൻ പറ്റും. പാലിയോസോയിക് ഇറയിൽ കാണുന്ന പീരീഡുകളാണ് സിലൂറിയൻ, ഡിവോണിയൻ, കാർബോണിഫെറസ്, പെർമിയൻ. ഇത്രയും പീരീഡുകളാണ് പാലിയോസോയിക് ഇറയിൽ കാണുന്നത്. അതേസമയം മീസോസോയിക് ഇറയിൽ കാണുന്നത് ട്രയാസിക്, ജുറാസിക്, ക്രെറ്റേഷ്യസ് പീരീഡുകളാണ്. പിന്നെ സീനോസോയിക്കിലാണ് കാണുന്നത് ടെർഷ്യറി ആൻഡ് ക്വാട്ടേണറി. ഇനി ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ പല ടൈപ്പ് പ്ലാന്റ്സുകൾ നമ്മൾ പഠിച്ചിട്ടുള്ള ഏറ്റവും സിമ്പിൾ ഫോം ഏതാണ്? ആൽഗെ, ബ്രയോഫൈറ്റ്, ടെറിഡോഫൈറ്റ്, ജിംനോസ്പേം, ആൻജിയോസ്പേം. അതിൻ്റെ കുറച്ചും കൂടി വേരിയസ് ഫോമുകൾ കാണിച്ചു എന്നുള്ളൂ. ഇതിൽ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് കാണിക്കണമെന്നുള്ളൂ. ഇത്രയേ ഉള്ളൂ. നമ്മുടെ ആൽഗെ തൊട്ട് ആൻജിയോസ്പേം വരെയുള്ള ഇവല്യൂഷൻ പല ഇറയിൽ പല പീരീഡിലായിട്ട് എങ്ങനെ വന്നു. സോ ഇതാണ് ഇവിടെ നമ്മുടെ ക്വാട്ടേണറി പീരീഡ് അല്ലെങ്കിൽ ടെർഷ്യറി ക്വാട്ടേണറി പീരീഡിൽ ഇത് മോണോകോട്ടിലിഡൻ ആൻഡ് ആൻജിയോസ്പേം ഫ്ലവറിംഗ് പ്ലാന്റ്സ്. അതിൻ്റെ ഇവിടെ പിക്ചർ കാണിച്ചിട്ടുണ്ട്. ഫ്ലവറിംഗ് പ്ലാന്റ്സ്, ആൻജിയോസ്പേം, ക്വാട്ടേണറി. സീനോസോയിക് ഇറയിൽ ക്വാട്ടേണറി, ടെർഷ്യറി പീരീഡിലൊക്കെയാണ് നമ്മുടെ ഈ പറഞ്ഞ മോണോകോട്ടിലിഡൻ, ആൻജിയോസ്പേം കാണിച്ചേക്കണേ. പിന്നെ അതാത് കാലഘട്ടത്തിൽ ഡെവലപ്പ് ചെയ്ത ആ ഫോമുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമ്മൾ ചാറ പഠിച്ചിട്ടുണ്ട്, അതൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ കണ്ടോ ബ്രയോഫൈറ്റും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടുന്ന് നോക്കുകയാണെങ്കിൽ ആദ്യം നമ്മുടെ ക്ലോറോഫൈറ്റ് ആൻസെസ്റ്റേഴ്സ്, ക്ലോറോഫിൽ ഫോം ചെയ്യുന്നതിന് മുമ്പ് അതിൻ്റെ ആൻസെസ്റ്റേഴ്സ്. സോ ക്ലോറോഫൈസിയെ എന്ന് പറഞ്ഞാൽ ആൽഗയുടെ ഫോമുകളാണ് ഉദ്ദേശിക്കുന്നത്, അതിൻ്റെ ആൻസെസ്റ്റേഴ്സ്. പിന്നെ ട്രെക്യോഫൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സൈലം, ഫ്ലോയമുള്ള അവരുടെ ആൻസെസ്റ്റേഴ്സ് ഉണ്ടായിരുന്ന കാലഘട്ടം. പിന്നെ റൈനിയ ടൈപ്പ് പ്ലാന്റ്സ്, പിന്നെ സിലോഫൈറ്റൻ. ഈ സിലോഫൈറ്റൻ അവിടെ നിന്ന് തൊട്ടാണ് നമ്മൾ പറയുന്നത് അതിൻ്റെ സ്പൊറാഞ്ചിയ പോലത്തെ ലീഫിൽ തന്നെ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യുന്ന സ്ട്രക്ചറാണ് നമ്മൾ പറഞ്ഞത് സ്പൊറാഞ്ചിയ. ആ സ്പൊറാഞ്ചിയയുടെ 3 ഫോമുകൾ സീലോഫൈറ്റ, നമ്മൾ പഠിച്ച സിലോപ്സിഡ എന്ന് പറയുന്നത് സീലോഫൈറ്റൻ, സിലോപ്സിഡ. പിന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട് സ്വീനോപ്സിഡ പഠിച്ചിട്ടുണ്ട്. പിന്നെ ലൈക്കോപ്സിഡ, അതാണ് സീനോപ്സിഡ, ലൈക്കോപ്സിഡ, നമ്മുടെ സീലോപ്സിഡ. അതിൽ സീലോഫൈറ്റൻ എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ കാണിച്ചേക്കണം. ആ സീലോപ്സിഡയിലുള്ള ആ വേരിയസ് ഫോമുകൾ ഇവിടെ കാണിച്ചിട്ടുണ്ട്. നോക്കിയേ, ഫേൺസ്, പിന്നെ ജിങ്കോ, ലിവിങ് ഫോസിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുപോലെ കോണിഫേഴ്സ്, പിന്നെ സൈക്കാറ്റ്സ്, നീറ്റേൽസ്, ഇതൊക്കെ നമ്മുടെ ആ സീലോപ്സിഡയിൽ വരുന്ന അതിൽ. അത് കഴിഞ്ഞിട്ട് നമ്മളെ സ്വീനോപ്സിഡ, ഹോൾസ്റ്റെയിൽ എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ലൈക്കോപ്സിഡ, ഹെർബേഷ്യസ് ഫോം. പിന്നെ ഈ ട്രക്യോഫൈറ്റ, റൈനിയ ടൈപ്പിൻ്റെ മിഡിലായിട്ട് നമ്മൾ ആർബോറിസൻ ലൈക്കോപോഡ്സ്, ഹെർബേഷ്യസ് ലൈക്കോപോഡ് എന്നുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ സോസ്ട്രോഫില്ലം, ഇതിൽ തന്നെ നമ്മൾ ബ്രയോഫിറ്റ്, ആൽഗെ കഴിഞ്ഞ് നമ്മുടെ ബ്രയോഫൈറ്റ്, പിന്നെ നമ്മുടെ ടെറിഡോഫൈറ്റ്, ജിംനോസ്പേം, ആൻജിയോസ്പേം. പിന്നെ ഇതിൽ തന്നെ വേറെ നമ്മൾ പ്രോജിംനോസ്പേം. സോ അത് കഴിഞ്ഞ് ജിംനോസ്പേം ഉണ്ടാവുന്നതിന് മുമ്പുള്ള ഫോമാണ് പ്രോജിംനോസ്പേം. അത് കഴിഞ്ഞിട്ട് സീഡ് ഫേൺസ് വന്നു. അത് കഴിഞ്ഞാൽ ആ സീഡ് ഫേൺസിലാണ് നമ്മൾ ബ്രാഞ്ചായിട്ട് ഇവിടെ കാണിച്ചിരിക്കുന്നത് ഡൈക്കോട്ടിലിഡനും സൈക്കാറ്റ്സും. സോ ഇത്രയും ഡിഫറെൻ്റ് ആയിട്ട് അപ്പോൾ അതാത് കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നതിൻ്റെ ഒരു റെപ്രസെൻറ്റേഷൻ ഇവിടെ നമ്മുടെ മർച്ചാൻഷ്യയുടെ പടം കൊടുത്തിട്ടുണ്ട്, നമ്മുടെ താലോഫൈറ്റ അതിൻ്റെ പടം കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഓരോന്ന് ചാര, അങ്ങനെ കുറേ പടങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെയാണ് നമ്മുടെ ആൻജിയോസ്പേമായിട്ടുള്ള ഫ്ലവറിംഗ് പ്ലാന്റ്സിൻ്റെ കൊടുത്തേക്കണം. നമ്മുടെ സൈക്കസിൻ്റെ പടം ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ ഓരോ പ്ലാന്റ്സും ഇവോൾവ് ചെയ്ത ആ ഇറ ആൻഡ് പീരീഡ് നമ്മുടെ ക്ലോറോഫൈറ്റ ആൻസെസ്റ്റേഴ്സ് തൊട്ട് ആൻജിയോസ്പേം വരെയുള്ള കാലഘട്ടം. അതിൽ തന്നെ പല ഇറയിൽ പല പീരീഡിലാണ് നമ്മുടെ ഇത് കഴിഞ്ഞ് പ്രോജിംനോസ്പേം കഴിഞ്ഞ് നമ്മുടെ ബ്രയോഫൈറ്റിൻ്റെ ആ ഒരു കാലഘട്ടം ടെർഷ്യറിയിലാണ്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ മോണോകോട്ട് ഡൈക്കോട്ടിലിഡൻസ് ഡെവലപ്പ് ചെയ്തത്, അത് കഴിഞ്ഞ് ആൻജിയോസ്പേം. ഇത്രയാണ് നമ്മുടെ പ്ലാന്റ്സിൻ്റെ ഇവല്യൂഷണറി സ്കെച്ച് കാണിക്കുന്നത് ത്രൂ ഡിഫറെൻറ്റ് ജിയോളജിക്കൽ പീരീഡിൽ.